കേരളം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വൈകാതെ ജനങ്ങൾ ഇരുട്ടിലേക്ക് പോകേണ്ടി വരും. ഇപ്പോഴിതാ KSEB സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ചെലവ് ചുരുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് CMD സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെ KSEB സ്തംഭനാവസ്ഥയിലേക്ക്. പുതിയ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കില്ല. അടിയന്തര പ്രാധാന്യമില്ലാത്ത നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാനും ടെക്നിക്കൽ ഡയറക്ടർമാർക്ക് CMD നിർദ്ദേശം നൽകി. ശമ്പളവും പെൻഷനും നൽകാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയായതിനാൽ ചെലവ് ചുരുക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും CMD നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ദീർഘകാല കരാർ റദ്ദാക്കപ്പെട്ടതിലൂടെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വന്നു. കാലവർഷത്തിലൂടെ ആവശ്യത്തിനു മഴ ലഭിച്ചില്ല. സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ വൈദ്യുതി കുടിശ്ശിക നൽകുന്നില്ല. ലോൺ എടുത്ത് പെൻഷനും ശമ്പളവും നൽകേണ്ട അവസ്ഥയിലെന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വിവരിച്ചുള്ള CMDയുടെ കത്ത്. പ്രതിസന്ധി മറികടക്കാൻ പരമാവധി ചെലവ് ചുരുക്കണമെന്നാണ് KSEB ചെയർമാനും CMDയുമായ രാജൻ ഖോബ്രഗഡെ ടെക്നിക്കൽ ഡയറക്ടർമാർക്ക് നൽകിയ കർശന നിർദ്ദേശം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിലക്കി. കൂടാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുൻഗണന നിശ്ചയിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മാത്രം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത സാമ്പത്തിക വർഷത്തിലും പ്രവർത്തനങ്ങൾ മുൻഗണന അടിസ്ഥാനമാക്കി ഏറ്റെടുത്താൽ മതി. വൈദ്യുത പദ്ധതികൾക്കടക്കം ഓരോ മാസവും ആവശ്യമായ പണത്തിന്റെ കണക്ക് റിപ്പോർട്ടായി നൽകാനും CMD നൽകിയ കത്തിൽ പറയുന്നുണ്ട്. 3 ദിവസത്തിനകമാണ് റിപ്പോർട്ട് നൽകേണ്ടത്. വേനൽക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുമുണ്ട്. അതേസമയം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങളെ ഇരുട്ടിലാക്കരുതെന്നാണ് അഭ്യർത്ഥന.